നമുക്കിനിയൊന്ന് നമ്മുടെ മല കയറി പോകാം. ഇടുക്കി എന്ന മിടുക്കിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇടുക്കി ജില്ലയിലെ ഈ അധ്യയന വർഷത്തെ ജില്ലാതല പ്രവേശനോത്സവം ഇരട്ടയാർ ഗാന്ധിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫാണ് ഉദ്ഘാടകനായി എത്തുക. അതിനു മുൻപ് നമുക്ക് സുജിത് സുരേന്ദ്രനിലേക്കൊന്ന് പോകണം. സുജിത് സുരേന്ദ്രൻ, സുപ്രഭാതം. ഞാനീ നിൽക്കുന്ന വിദ്യാലയ മുറ്റമൊക്കെ കണ്ടിട്ട് സുജിത്തിനും ഓർമ്മകൾ ഓടി കളിക്കുന്നുണ്ടോ? തീർച്ചയായും സുപ്രഭാതം സുജയ പർവതി. എന്തായാലും നമുക്ക് ഈ ഒരു ദിവസം എല്ലാവർക്കും വളരെ സന്തോഷം പകരുന്ന ദിവസമാണ്. എൻ്റെ വീട്ടിൽ നിന്നും 2 പേര് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. വീഡിയോ കോളിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. ഏതായാലും വളരെ ഹാപ്പിയാണ് എല്ലാവരും. എൻ്റെ മക്കളെ പോലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും വളരെ ഹാപ്പി ആയിട്ട് ഇന്ന് സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ബിഗ് ടിവിക്കൊപ്പം നേരുകയാണ്. അപ്പോൾ നമ്മുടെ സുജിത്തിന്റെ മക്കളുടെ പേരെന്ന് പറയൂ, ഞാൻ അവർക്ക് ആശംസ നേരട്ടെ. അവരിപ്പോ അവിടെ വീട്ടിൽ ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയായിരിക്കും അച്ഛനെ. അതില് മോനെ നമ്മൾ കണ്ടതാണ്. മോൻ സുജിത്തിനെ പോലെ തന്നെ മിടുക്കനായിട്ട് റിപ്പോർട്ടൊക്കെ ചെയ്തതാണ്. സുജിത്ത് മോളുടെ പേര് ആദ്യ സുജിത്ത്. അവളിനി 4ാം ക്ലാസ്സിലേക്കാണ്. മോൻ മഹാദേവ് സുജിത്ത്, അവനിനി 1ാം ക്ലാസ്സിലേക്കാണ്. 2 പേരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടാവും TV. രാവിലെ ബിഗ് TV കാണും. സുപ്രഭാതം വിത്ത് സുജയ പാർവതി സ്ഥിരമായി കാണുന്നവരാണ്. അപ്പൊ സുജിത്തിന്റെ 2 മക്കൾക്കും ആശംസകൾ. സുജിത്ത്, നമുക്കപ്പോ തുടരണം. സുജിത്തിന് നമ്മുടെ 2 പേരുടെയും മക്കൾ ഇപ്പോ വീട്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 പേരും വേറെ 2 സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ തുല്യ ദുഃഖിതരാണ്. നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകാം. അവിടെ നിന്ന് ഒരു കുഞ്ഞു മോള് നമുക്ക് പോകണ്ട്. ഹിവ, ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. ഗുഡ് മോർണിംഗ്. എണീറ്റ് വരുന്നേ ഉള്ളോ? എണീറ്റ് വന്നിട്ട് വിളിച്ചതാ. ടിവിയിൽ കാണുന്നുണ്ടോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്? ഉറക്കം അങ്ങോട്ട് മാറിയിട്ടില്ല. ഒന്ന് കൈയൊക്കെ ഒന്ന് കൊടഞ്ഞേ, അപ്പോഴത്തേക്ക് ആ ഉറക്കമൊക്കെ ഒന്ന് പോവും. 3ാം ക്ലാസ്സിലേക്കാണോ ഇനി? കൂടെ ആരോ ഉമ്മച്ചിയാണോ നിന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? പാട്ടിഷ്ടാണോ കുഞ്ഞിന്? അതെ, നമ്മുടെ സുജിത്ത് ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. സുജിത്ത് ചേട്ടൻ പാട്ട് പാടും. സുജിത്ത് ചേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കട്ടെ. അപ്പൊ മോള് കോളിൽ നിന്നോ. ഞാൻ സുജിത്ത് ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ. സുജിത്ത് ചേട്ടന്റെ വീട്ടില് ആദ്യയുടെ പ്രായമില്ല, ആദ്യേക്കാൾ 1 വയസ്സ് ഇളയതാണ് ഹിവമോൾ. അപ്പൊ ഹിവമോൾക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പാടി കൊടുത്താലോ? പാടാ. എൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പാട്ട്, പണ്ട് എൻ്റെ ടീച്ചർ പഠിപ്പിച്ചു തന്നൊരു പാട്ടിന്റെ ഒരു കുറച്ച് വരികളൊന്ന് പാടാം. ഓക്കെ, ടീച്ചറുടെ പേരൂടെ പറഞ്ഞോ. ടീച്ചർ കേൾക്കുവാണെങ്കിൽ ടീച്ചറിന് സന്തോഷാവട്ടെ. ടീച്ചറിന്റെ എനിക്ക് മലയാളം പഠിപ്പിച്ച എൻ്റെ ഒരു ടീച്ചറുണ്ട്, വിജയലക്ഷ്മി ടീച്ചർ. അതുപോലെ പത്മിനി ടീച്ചർ. അങ്ങനെ ഒരുപാട് ടീച്ചർമാരുണ്ട്. പക്ഷേ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർമാരിൽ ഒരാളാണ് എൻ്റെ മലയാളം പഠിപ്പിച്ച വിജയലക്ഷ്മി ടീച്ചർ. എന്നെ ഹൈസ്കൂൾ തലത്തിൽ പഠിപ്പിച്ചതാണ്. ടീച്ചറായിരുന്നു എന്നെ ഒരുപാട് വേദികളിലേക്കൊക്കെ എത്തിക്കുന്നതും കൊണ്ടുപോകുന്നതും. ഒരുപാട് പൊതിച്ചോറ് ടീച്ചർ സ്കൂളിൽ കൊണ്ട് തന്നിട്ടുണ്ട്. ടീച്ചറിൻ്റെ പൊതിച്ചോറിനോടൊപ്പം ടീച്ചർ ഒരു പൊതിച്ചോറുകൂടെ കരുതാറുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ ബ്രേക്ക് ടൈമിൽ ബുക്കുകളൊക്കെ ക്ലാസ്സിലെ കൊണ്ടുവന്ന് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ 10 മണി സമയത്ത് ടീച്ചേഴ്സിന് കിട്ടുന്ന ചായയും പലഹാരവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ചായ എല്ലാ ദിവസവും ടീച്ചർ എനിക്ക് തരുമായിരുന്നു, ടീച്ചറിൻ്റെ ചായ. ഒരു ഫേവറേറ്റ് ടീച്ചറായിരുന്നു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അംഗൻവാടി അധ്യാപിക. എൻ്റെ അംഗൻവാടി പറയൂ സുജയ, ഒരു ഒറ്റ കാര്യം, അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു ടീച്ചറാണ്. നമുക്ക് എപ്പോഴും ആദ്യം നമ്മൾ അക്ഷരം പഠിപ്പിക്കുന്ന ടീച്ചർ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും. എന്നെ അക്ഷരം പഠിപ്പിച്ച എൻ്റെ ബേബിയമ്മ ടീച്ചർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ടീച്ചറുണ്ട്. എൻ്റെ വീടിനടുത്താണ് ടീച്ചറെ. ശരിക്കും ടീച്ചറാണ് എന്നെ ആദ്യം അക്ഷരം പഠിപ്പിക്കുന്നത്. ഇപ്പോഴും എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായി ഫോണിൽ വിളിക്കുന്നത് ബേബിയമ്മ ടീച്ചറാണ്. എൻ്റെ വീടിനടുത്താണ്. ടീച്ചറെ മറക്കാൻ പറ്റില്ല. എൻ്റെ സന്തോഷങ്ങളിലും എൻ്റെ ദുഃഖങ്ങളിലും ഒക്കെ എന്നെ ചേർത്ത് പിടിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു ഫോൺ കോളിൽ ആഴ്ചയിൽ ഒരിക്കൽ എന്നെ വിളിക്കാറുള്ള എൻ്റെ പ്രിയപ്പെട്ട ബേബിയമ്മ ടീച്ചറുണ്ട്. ഈ പാട്ട് ഞാൻ ആ ടീച്ചറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഹിവമോൾക്ക് ഒപ്പം തന്നെ സുജിത്തിന്റെ 2 മക്കൾക്ക്, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ജയൻ നായർ പറയുന്നു സുജിത്ത് പാടുമോ ഇന്ന് എല്ലാവരെയും ഇറക്കി വിടൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാട്ട് കാത്തിരിക്കുന്ന നമ്മുടെ കുറേ പ്രേക്ഷകരുണ്ട്. അങ്ങനെ ആ പാട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് നമ്മുടെ ബിഗ് TV കുടുംബത്തിൽ നിന്ന് നമ്മുടെ അടുത്ത ഗായകൻ അലി അക്ബർ ഷായ്ക്ക് ഒരു എതിരാളിയായി അല്ല, അലി അക്ബർ ഷായുടെ ഒരു പാർട്ട്ണറായി എത്താൻ പോകുന്നത് സുജിത് സുരേന്ദ്രൻ ഓൺ സ്റ്റേജ്. അമ്മക്കുട്ടി ആലിലത്തുമ്പി
വാനിലെ വെള്ളിപ്പറവകൾ പോലെ ഉയരുക ഒരു നവഗാനവുമായി. അമ്മ പകർന്ന പാലിൻ ഗന്ധം ഒന്നാണൊന്നാണൊന്നാണേ. വാനിലെ വെള്ളിപ്പറവകൾ പോലെ ഉയരുക ഒരു നവഗാനവുമായി. അമ്മ പകർന്ന പാലിൻ ഗന്ധം ഒന്നാണൊന്നാണൊന്നാണേ. നമ്മുടെ ചോരയ്ക്കൊരേ നിറം, നമ്മുടെ ജീവൻ ഒരേ വില. നമ്മുടെ ചോരയ്ക്കൊരേ നിറം, നമ്മുടെ ജീവൻ ഒരേ വില. നമ്മുടെ ജനനവും ഒരുപോലെ, നമ്മുടെ മരണവും ഒരുപോലെ. വാനിലെ വെള്ളിപ്പറവകൾ പോലെ ഉയരുക ഒരു നവഗാനവുമായി. അമ്മ പകർന്ന പാലിൻ ഗന്ധം ഒന്നാണൊന്നാണൊന്നാണേ. നമ്മൾ വിതയ്ക്കും വിത്തുകളെല്ലാം മുത്തായി പൊഴിയുന്നൊരു പോലെ. നമ്മൾ വിതയ്ക്കും വിത്തുകളെല്ലാം മുത്തായി പൊഴിയുന്നൊരു പോലെ. നമ്മുടെ ഗാനം പടരുമ്പോൾ പുതുലോകം നമ്മിൽ ജനിക്കുന്നു. നമ്മുടെ ഗാനം പടരുമ്പോൾ പുതുലോകം നമ്മൾ ജയിക്കുന്നു. വാനിലെ വെള്ളിപ്പറവകൾ പോലെ ഉയരുക ഒരു നവഗാനവുമായി. അമ്മ പകർന്ന പാലിൻ ഗന്ധം ഒന്നാണൊന്നാണൊന്നാണേ. നമ്മളൊന്നാണൊന്നാണൊന്നാണേ. താങ്ക് യു. നല്ല ഒരു സന്ദേശമൊക്കെ, അതായത് സ്റ്റേജിൽ പാടുന്ന പോലെ തന്നെയാണ്. ഞാൻ ചെസ്റ്റ് നമ്പർ വിളിച്ചു, സുജിത്ത് പാടി, അത് കഴിഞ്ഞിട്ട് അവസാനം താങ്ക് യു എന്ന് പറയുന്ന ആ ഒരു പതിവ് കൂടി. എന്തായാലും നന്നായി ഗംഭീരമായിട്ട് പാടി സുജിത്ത്. സുജിത്ത് നമ്മുടെ അഭിമാനമാണ്, പുനലൂരിന്റെ അഭിമാനം, ഇപ്പോൾ ബിഗ് ടിവിയുടെയും അഭിമാനം, അങ്ങനെ പറയാം. അടിപൊളിയാണ് അലി എന്ന് പറയുന്നത് പോലെ പുനലൂരിന്റെ അഭിമാനം ഇപ്പോൾ ബിഗ് ടിവിയിൽ. അങ്ങനെയൊക്കെ നമുക്കൊന്ന് എഴുതി കാണിക്കാം. പൂജാ സുരേഷിനൊന്ന് പ്രശംസിക്കാൻ മടിയുണ്ടെന്നോ. സുജിത്ത് സൂപ്പറാ, വന്നു കഴിഞ്ഞു.